ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. ഇന്നൊരു യാത്രയിലാണ് ഞാൻ. ട്രിവാൻഡ്രം ടു തൃശ്ശൂർ. ഏർലി മോർണിംഗ് 4 മണിക്കാണ് ട്രിവാൻഡ്രത്ത് നിന്ന് തിരിച്ചത്. ഇപ്പോൾ ഏകദേശം 11 മണി സമയമാകാൻ പോകുന്നു. തൃശ്ശൂർ എത്തിക്കഴിഞ്ഞു. തൃശ്ശൂരിലെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമിൻ്റെ 7ാമത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻ ഡേ ആണ് ഇന്ന്. എന്നെ ഈ സെലിബ്രേഷനായിട്ട് അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും ചിലപ്പോൾ, നമ്മൾ 2 പ്രാവശ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. വന്ന സമയത്ത് നമ്മൾ വീഡിയോയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് തൃശ്ശൂർ. എൻ്റെ ഒരു ഫേവററ്റ് ജ്വല്ലറിയാണിത്. അപ്പോൾ ഇവിടെ വീണ്ടും എത്തുന്നു. ഫംഗ്ഷൻ ഏകദേശം 11 മണിക്ക് തുടങ്ങും എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ കറക്റ്റ് സമയത്ത് തന്നെ എത്തിയിട്ടുണ്ട്. സ്വീകരിക്കാനായിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു വലിയ ഗ്രാൻഡ് പ്രോഗ്രാം ആണല്ലോ. പഞ്ചവാദ്യമൊക്കെ ആയിട്ട് അതിഥികളെ സ്വീകരിക്കാനായിട്ട്. എൻ്റെ ദൈവമേ, എന്തുമാത്രം ആൾക്കാരെവിടെ! ധാരാളം ഓൺലൈൻ മീഡിയാസും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. എന്നെ കൂടാതെ ഇപ്പോഴത്തെ ട്രെൻഡിങ് വൈറലായിട്ടുള്ള ബിഗ് ബോസ് താരങ്ങൾ അനീഷ്, നൂറ, ആദില ഇവരൊക്കെ അതിഥികളായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാൻ പേഴ്സണലി എനിക്ക് അവരെ ആരെ അറിയില്ല, പക്ഷെ ഞാൻ ഫസ്റ്റ് ടൈമാണ് അവരെല്ലാം ഇവിടെ വെച്ച് മീറ്റ് ചെയ്യുന്നത്. ലക്ഷ്മി മാം നമ്മുടെ എന്താ പറയാ ഫാമിലി പാർട്ട്ണർ എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പൊ വളരെ സന്തോഷം. അങ്ങനെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണറും അദ്ദേഹത്തിന്റെ വൈഫ്, കുട്ടികള് 3 കുട്ടികളാണ്, 2 ഗേൾസ് ആൻഡ് ബോയ്. പിന്നെ ഇവിടുത്തെ സ്നേഹമുള്ള കുറേ സ്റ്റാഫുണ്ട്. ഇവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു നല്ല സെലിബ്രേഷനാണ് കേട്ടോ. അങ്ങനെ വന്ന അതിഥികളും ഇതിൻ്റെ ഓണറും ഫാമിലി എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരു കേക്ക് കട്ടിങ്ങോട് കൂടിയാണ് 7th ആനിവേഴ്സറി സെലിബ്രേഷൻ്റെ ആഘോഷങ്ങൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. അങ്ങനെ കേക്ക് കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ തന്നെ പുതിയൊരു സംരംഭമാണ്. അതായത് ഒരു പുതിയ ബൊട്ടീക്ക് സ്റ്റൈൽ ഒരു ജുവലറി കളക്ഷൻ വിയ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്, അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ. അപ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ എല്ലാ ഐശ്വര്യങ്ങൾക്കും കാരണമായ അവരുടെ അച്ഛനമ്മമാർ തന്നെയാണ് നാട മുറിച്ചുകൊണ്ട് ആ ഒരു ബൊട്ടീക്ക് ജുവലറി കളക്ഷൻ്റെ ഇനോഗ്രേഷനും നടത്തിയത്. വന്ന വിശേഷ അതിഥികൾ എല്ലാവരും കൂടി ചേർന്നിട്ട് വിളക്കിന് തിരി കൊളുത്തുന്നു. അങ്ങനെ ഐശ്വര്യമായി ഈ ഒരു വിയ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇനോഗ്രേഷൻ കഴിഞ്ഞ് എല്ലാവരും ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞു. ആ ഒരു കളക്ഷൻസ് കാണാനായിട്ട്, പുതിയ കളക്ഷൻസ് എന്താണ്, എല്ലാവർക്കും ഒരു ആകാംക്ഷയായിരുന്നു. അതിനകത്ത് എന്ത് തിരക്കായിരുന്നു നോക്കിയേ. ന്യൂ ബൊട്ടീക്കിനകത്ത് ഭയങ്കര തിക്കും തിരക്കും, ധാരാളം ആൾക്കാർ അതിനകത്ത് ഇങ്ങനെ തിങ്ങിക്കൂടി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. എല്ലാവരും തന്നെ ഈ പുതിയ കളക്ഷൻസ് കാണുന്നു. അതിൻ്റെ കൗതുകത്തിലായിരുന്നു എല്ലാവരും. അതിനുശേഷം ഞാൻ കുറച്ച് ഫോട്ടോ സെഷനുമായിട്ട് കറങ്ങി നടക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ലക്കി ഡ്രോ ആയിരുന്നു. അതായത് അന്ന് അവിടെ വന്നിട്ടുള്ള ആൾക്കാരിൽ നിന്നും ഒരു ഭാഗ്യശാലിയെ കണ്ടെത്തുക എന്നുള്ളതാണ് ആ ലക്കി ഡ്രോയുടെ ഉദ്ദേശം. ആ പരിപാടിയുമായിട്ട് വന്ന അതിഥികളെല്ലാവരും ഒരു സ്ഥലത്ത് തന്നെ ഒന്നിച്ച് അവിടെ ചെറിയൊരു ഡയസ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഫ്രണ്ടിലായിട്ട്. ആ ഭാഗത്തേക്ക് എല്ലാവരും പോയി. പറയട്ടെ, നിങ്ങളുടെ എല്ലാവരുടെയും പെർമിഷനോടുകൂടെ പേര് പറയാണ്. ബിഗ് ബോസിൽ എങ്ങനെയായിരുന്നു, ഇടയ്ക്ക് ഇങ്ങനെ സർപ്രൈസ് ഒക്കെ ഇടും. അപ്പൊ എനിക്ക് കിട്ടിയ ഒരു ചാൻസ് ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഞാൻ പേര് പറയാൻ പോവാണ്. ആ ഭാഗ്യവാൻ ജിതേഷ്, നമ്മുടെ ജിതേഷിനാണ് കിട്ടിയിരിക്കുന്നത്. ശരി, ജിതേഷിന്റെ ഫുൾ ഫോൺ നമ്പർ ഒന്ന് പറയും. അപ്പൊ ആ ഭാഗ്യശാലി നമ്മുടെ പ്രിയപ്പെട്ട ജിതേഷ് തന്നെയാണ്. അങ്ങനെ ഫോർമൽ ഫംഗ്ഷൻ എല്ലാം കഴിഞ്ഞു. അങ്ങനെ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോപ്പ് തൃശ്ശൂരിലെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. രാവിലെ തന്നെ ഇനോഗ്രൽ സെറമണി കഴിഞ്ഞു. ഭയങ്കര ക്രൗഡായിരുന്നു. ഇപ്പോൾ ഇച്ചിരി ഒരു ക്രൗഡ് കുറഞ്ഞു വരുന്നു. അപ്പോൾ ഇവിടെ കുറേ ഓഫേഴ്സ് ഉണ്ട് കേട്ടോ. 7th ആനിവേഴ്സറിയാണ് ഇവരുടെ. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഓഫേഴ്സ്, ലൈക്ക് ഇവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് 30 ദിവസത്തോളം 0% ആണ് പണിക്കൂലി. ഇതിന്
ഇതിൻ്റെ 5 ഡിസംബർ മുതൽ ജനുവരി 5 വരെ 0% പണിക്കൂലിയാണ്. അതുകൊണ്ട് ഇപ്പോൾ ഭയങ്കര ക്രൗഡായിട്ട് ഇപ്പോൾ വാങ്ങാനും ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ എന്താ പറയുക, വിവാഹ പാർട്ടിക്ക് അഡ്വാൻസ് ആയിട്ട് ബുക്കിംഗ് എല്ലാം കൊടുക്കാൻ പറ്റും. 1% മാത്രം പേ ചെയ്തിട്ട് ബുക്ക് ചെയ്യാൻ പറ്റും. സെക്കൻഡ് ഓഫർ. എൻ്റെ തേർഡ് ഓഫർ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച്. പഴയ സ്വർണം മാറ്റി വാങ്ങിക്കുകയാണെങ്കിൽ പവന് അന്നത്തെ മാർക്കറ്റ് വിലയേക്കാളിൽ 1000 രൂപ അധികം കൊടുക്കുന്നു. അങ്ങനെ എത്ര ഓഫേഴ്സാണ് നോക്കിയാൽ. പിന്നെ സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങൾക്ക് ഒരു സ്പെഷ്യൽ കൗണ്ടർ ആഭരണങ്ങളുണ്ട്. 50 to 90% ഡിസ്കൗണ്ടാണത്. ഓക്കെ, ഡയമണ്ട് അതുപോലെ ഡയമണ്ട് കൊടുത്ത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. പഴയ ഡയമണ്ട് കയ്യിലുണ്ടെങ്കിൽ പുതിയത് വാങ്ങാൻ പറ്റും. അങ്ങനെ ഒരു 100 കാര്യങ്ങളുണ്ട്. പിന്നെ ലിയോയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാൻ തോന്നുന്ന കാര്യം, ഞാനിത് 3rd ടൈമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ വീണ്ടും വരണം എന്നുണ്ടെങ്കിൽ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവണമല്ലോ. അപ്പോൾ ഇവരെപ്പോഴും അപ്ഡേറ്റഡാണ്. ഓരോരോ പുതിയ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അങ്ങനെയാണ് അവർ ഓരോ ചേഞ്ചസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിപ്പോൾ അവർക്കൊരു ബൊട്ടീക്ക് സ്റ്റൈലൊരു പുതിയൊരു ബ്രാൻഡും കൂടി അവർ ഈ ഒരു 7th ആനിവേഴ്സറിയിൽ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ വിശേഷങ്ങളും കാണാം. The owner is here. So congratulations, 7th anniversary. Yes, yeah. ഇനി അതെ, നല്ല പരിപാടി രാവിലെ. ഭയങ്കര ക്രൗഡും നല്ല ഒരുപാട് അതിൻ്റെ ഒരു ചെറിയ ഹാങ് ഓവർ ഇപ്പോഴും കാണാമല്ലോ ആൾക്കാർ. ഇതെല്ലാം കസ്റ്റമേഴ്സാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. പിന്നെ എക്സ്പാൻഷൻ പ്രോഗ്രാം ധാരാളമായിട്ടുണ്ട്. 2026 ബാംഗ്ലൂരിൽ 5 or 6 എത്ര വരുന്നു? 5 സ്റ്റോർ വരുന്നുണ്ട്. ചെന്നൈയിൽ വരുന്നു. ചെന്നൈ, ഹൈദരാബാദ് എല്ലാം പ്ലാനിംഗ് ഉണ്ട്. അതെല്ലാം നമുക്കൊരു ലൈഫ് സ്റ്റൈൽ ജ്വല്ലറി എന്നുള്ള ലെവലിലാണ് വരുന്നത്. ഇപ്പോഴത്തെ യൂത്ത്, ജെൻസി, അങ്ങനത്തെ യങ്സ്റ്റേഴ്സ് ജനറേഷനൊക്കെ അങ്ങനെയാണല്ലോ. അപ്പൊ അവർക്ക് സൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഓർണമെന്റ്സ് ആണ് നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം നല്ല അതായത് മെട്രോ ടൗണുകളിലും നമ്മൾ കൊച്ചിയിലും നമ്മളെല്ലാം പ്ലാനിങ് ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു സ്റ്റോറാണ് നമ്മുടെ ലിയോഫിൽ തന്നെ നമ്മളത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് ഇന്ന് അല്ലേ? വെരി നൈസ്. അതെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ ഞാൻ വീണ്ടും വരുന്നുണ്ട്. എനിക്ക് എന്തായാലും നിങ്ങളുടെ 7th ആനിവേഴ്സറി ഇല്ല, അതുകൊണ്ടാണ് എനിക്ക് വരാനായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു വരെ. മാഡം നമുക്ക് ഇതുപോലെ തന്നെ നമ്മുടെ മുന്നത്തെ അതെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. 2 തവണയായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. എക്സാക്ട്ലി. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി ഒരു ഫാമിലി മെമ്പറെ പോലെ ആണ് ഇപ്പോൾ ഏകദേശം അങ്ങനെ തന്നെയാണെന്ന് പറയാം. ലിയോഫിന്റെ ഒരു ഫാമിലി മെമ്പറാണ്. അതെ. അപ്പൊ അത് കാരണം ഇന്നോഗ്രേഷൻ നമുക്ക് മാഡത്തിന് എത്താൻ പറ്റില്ല. വളരെയധികം സന്തോഷം. എനിക്ക് വളരെ സന്തോഷം. വൈഫും കുട്ടികളും എല്ലാവരും ഉണ്ടായിരുന്നു. അന്ന് ഇവിടെ ഇനി കാണാൻ പറ്റും. ഇവിടെ ഉണ്ട് ഒരുപാട് വെറൈറ്റി കളക്ഷൻസും ഒരുപാട് ഓഫറുകളും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്രാവശ്യം. ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഓൾറെഡി നമ്മൾ മാനുഫാക്ചറാണ്, ഹോൾസെയിലറാണ്, എന്നിട്ട് പോലും നമ്മൾ വീണ്ടും ഓഫേഴ്സ്. അതെ. ഇന്നത്തെ ദിവസം പർച്ചേസ് ചെയ്ത കസ്റ്റമറിൽ നിന്ന് എല്ലാവരും ഫ്ലോട്ട് ഇത് ചെയ്ത് നമ്മൾ നറുക്കെടുപ്പിലൂടെ കസ്റ്റമറിന് അന്ന് ആ മേക്കിംഗ് ചാർജ് അതിൽ നിന്ന് നറുക്കെടുക്കുന്ന ഒരു കസ്റ്റമറിന് അവരെടുത്തിരിക്കുന്ന ഓർണമെന്റ്സ് ഇല്ല. ആ മേക്കിംഗ് ചാർജ് ഫുള്ള് ഫ്രീ ആണ് അവർക്ക്. ഇവിടെ പൊതുവേ ഭയങ്കര ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്ന ആൾക്കാർ തന്നെയാണ്. അത് മാനുഫാക്ചറേഴ്സ് ആണ്, ഹോൾസെയിലേഴ്സ് ആണ്. മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ വില കുറവാണ് എന്ത് പറഞ്ഞാലും. അപ്പൊ തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാലോ മാഡം, ഇവിടെ തൃശ്ശൂരാണ് ഗോൾഡിന്റെ ഹബ്ബ് ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പൊ ഇവിടെ നിന്നാണ് അത്രയും മാനുഫാക്ചേഴ്സ് ഇവിടെ ഉണ്ട്. ശരിക്കും ഒരു എന്താ പറയാ, കുടിൽ വ്യവസായം സ്വർണത്തിന്റെ കാര്യത്തില് ഒരു വീട്ടില് അച്ഛനും അമ്മയും അല്ലെങ്കിൽ മക്കളൊക്കെ കൂടിയിട്ട് ഇരുന്നിട്ട് ആഭരണം വർക്ക് ചെയ്യുക, അങ്ങനെയായിരുന്നു ശരിക്കും. മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിന് മാത്രമുള്ള മേക്കിംഗ് യൂണിറ്റുകൾ നമുക്ക് ഇവിടെ ഉണ്ട്. അത്രയും ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ഹോൾസെയിലേഴ്സ് പറഞ്ഞ പല സ്ഥലത്തെയും ജുവലറിക്ക് കൊടുക്കുന്ന ആൾക്കാർ കൂടിയാണ് അല്ലേ ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നത്. തൃശ്ശൂർ തന്നെയാണ്. ഇവിടെ നിന്നാണ് ഈ സ്വർണം നമുക്ക് കയറ്റുമതി ചെയ്യുന്നതും നമുക്ക് ഓൾ ഇന്ത്യ ലെവലിലാണെങ്കിൽ എല്ലാം പോകുന്നത്. മേജർ പോർഷൻ ശരിക്കും തൃശ്ശൂരിൽ നിന്നാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഉണ്ട്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ പോലും ഇപ്പൊ ലിയോഫിൽ വന്നാലും ഇനി വേണമെങ്കിൽ കമ്പയർ ചെയ്യാനായിട്ട് തൊട്ട് ഇങ്ങനെ ഇഷ്ടംപോലെ ജുവലറീസ് ഉണ്ട്. അല്ല, ഇതിനൊരു ട്രസ്റ്റ് ഉണ്ട് എല്ലാവർക്കും. അതുകൊണ്ടാണല്ലോ ആൾക്കാർ വീണ്ടും വരുന്നത്. അപ്പൊ നമ്മളുടെ തന്നെ കുറെ പ്രേക്ഷകർ ഇവിടെ സ്ഥിരമായിട്ട് ഇപ്പോൾ വരുന്നു എന്നുള്ളതും ഒരു സന്തോഷമുള്ള കാര്യം. കാര്യം ഒരിക്കൽ വാങ്ങിച്ചാൽ വീണ്ടും വരും. അത്രയും നല്ല ഗോൾഡ്, നല്ല ഓഫേഴ്സ്, നല്ല ഡിസ്കൗണ്ടഡ് റേറ്റ്സ്.
ഭയങ്കര നല്ല പെരുമാറ്റം. അത് വേറൊരു കാര്യമാണ്. കസ്റ്റമർ ഫ്രണ്ട്ലിയാണ്. ഭയങ്കര ഒരു വലിയ സന്തോഷമാണ് ഇവിടെ ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ. മേക്കിംഗ് ചാർജിന്റെ കാര്യത്തിൽ മാഡം നമുക്ക് അത്രയും കോൺഫിഡന്റ് ഉണ്ട്. നമുക്ക് ആ ഒരു റേറ്റിൽ അവർക്ക് കൊടുക്കാൻ സാധിക്കും. വേറെ ഏത് ജ്വല്ലറിയിൽ നിന്ന് എടുക്കുന്നതിനേക്കാളും കുറവിൽ കൊടുക്കാൻ പറ്റുന്നുള്ള നല്ല കോൺഫിഡൻസ് നമുക്ക് നമ്മുടെ ഭാഗത്തുണ്ട്. അത് ഇപ്പൊ പണിക്കൂലിയല്ലേ എല്ലായിടത്തും ഭയങ്കര കൂടുതലായിട്ട് വാങ്ങിക്കുന്നത്. ഭയങ്കരമായിട്ട് കൂടി. ഞാൻ ലാസ്റ്റ് ടൈം വന്നതിന് ശേഷം ഇപ്പൊ എത്ര മാറ്റാലും 2 years ആയി തോന്നുന്നല്ലേ ഞാൻ വന്നത്. അപ്പൊ ഏകദേശം മാഡം വരുന്ന സമയത്തൊക്കെ ഒരു 5,000 6,000 ഉണ്ടാവുള്ളൂ പെർ ഗ്രാം. ഇപ്പൊ ഏകദേശം 12,000 11,000 ഡബിള് കൂടുതലായി കഴിഞ്ഞു. എന്ത് പെട്ടെന്ന്. അതാണ് ഒരു 2 വർഷത്തെ മാറ്റമാണ്. ഇനിയും കൂടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ലൈറ്റ് വെയിറ്റ് ഒക്കെ നല്ലതാണ് അങ്ങനെ നോക്കുമ്പോൾ. നമ്മൾ അതുകൊണ്ട് തന്നെ വിയ ഡയമണ്ട്സിൽ നമുക്കിപ്പോ 18 കാരറ്റ് 14 കാരറ്റ് ഒക്കെ നമ്മൾ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഡയമണ്ട്സ് ആണ് കംപ്ലീറ്റ്. ഡയമണ്ട് വെച്ചിട്ടുള്ള വർക്ക്. അൺകട്ട് ഉണ്ട്, അല്ലാത്തുണ്ട്, എല്ലാം ഉണ്ട്. ഞാനൊരു ആ ബഹളത്തിനിടയിൽ ഒന്ന് ഓടി നടന്ന് കണ്ടു. പക്ഷെ അതുപോലല്ലോ ഡീറ്റെയിൽ ആയിട്ട് കാണണം. ഓക്കെ, ഒന്ന് കാണട്ടെ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടുത്തെ കളക്ഷൻസ് കാണണം എന്നുണ്ടെങ്കിൽ അല്ലേ ഇട്ട് നോക്കണം, അപ്പോൾ അറിയാലോ. അപ്പോൾ ഞാൻ തൽക്കാലം എൻ്റെ മാല ഊരുന്നു. ഈ കാണിച്ചിരിക്കുന്ന എല്ലാം തന്നെ ലൈറ്റ് വെയ്റ്റ് നഗാസ് കളക്ഷനാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി പവനാണെന്ന് തോന്നില്ല. പക്ഷേ എല്ലാം ഒരു 3.5, 4, 2.5 ആ റേഞ്ചിലുള്ള മാലകളാണ് കേട്ടോ. നഗാസ് കളക്ഷൻ വെരി ബ്യൂട്ടിഫുൾ. നോക്കി ഓരോന്നായിട്ട് ഹാൻഡ് പിക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഇതൊക്കെ നോക്കി, ഇതൊരു പീസ് സോ ബ്യൂട്ടിഫുൾ. അതിന് താഴെ കിടക്കുന്ന സ്റ്റോൺസും വെരി നൈസ് കളർ സ്റ്റോൺസ്, ബ്യൂട്ടിഫുൾ അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ എത്ര പവനാണെന്ന് പറഞ്ഞേ? 5.5 പവൻ. ഇതൊരു എഗൈൻ അത് തന്നെ ആയിരിക്കും അല്ലേ? ഈ 2.5 ഒക്കെ ഏതാ? 2.5, 3? ഇത് 3.5 പവൻ, 4 പവൻ. യെസ്, അങ്ങനെ മാലകൾ നമ്മൾ ഇട്ട് തുടങ്ങുന്നു. വാവ്, ഇത് നഗാസ് തന്നെയല്ലേ? ഒരു ബ്യൂട്ടിഫുൾ പീസ് അല്ലേ? എത്ര പവൻ ഉണ്ടാവും ഇത്? അത്രേ ഉള്ളൂ? 5.5, 6.5, 6 പവനാണ് കേട്ടോ. പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ തോന്നും. ഭയങ്കര ഒരെണ്ണം ഇട്ടാൽ മതി. സോ ബ്യൂട്ടിഫുൾ. ഇതൊക്കെ ഒരു സിംഗിൾ പീസായിട്ട് ഇടാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ ഒരു പീസും കൂടി മതിയല്ലോ. ലോങ്ങും കൂടി ഉണ്ട്. സെറ്റായിട്ട് തന്നെ വാങ്ങാൻ പറ്റും. അപ്പോൾ ഇത് 10-15 പവനകത്തുള്ള കളക്ഷനിലൊക്കെ യൂസ് ചെയ്യാമല്ലേ? ഒരു വെഡ്ഡിങ്ങിന് 15 പവൻ്റെ സാധനങ്ങൾ സെറ്റ് ചെയ്ത് തരും. ആ സെറ്റിങ്ങിൽ ഇതും ഒരു മാല, പിന്നെ വള, കമ്മൽ, അതെല്ലാം വരുമ്പോൾ കറക്റ്റ് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പക്ഷേ ഇപ്പം അങ്ങനെ ഒരുപാട് വാരി വലിച്ചാരും ഇടാറില്ലല്ലോ ഗോൾഡ്. വെഡ്ഡിങ്സിന് തന്നെ വളരെ നല്ല ഹെവി ആയിട്ടൊരു കാര്യം. പിന്നെ ഒരു കാര്യം, അത് ഇതിൻ്റെ ലോങ് അല്ലേ? ഇത് എത്രയാണ് അത്? ഇത് നല്ലൊരു പീസ്. എന്ത് ഭംഗിയത്? 10. അത് ശരി. ഓക്കെ, ഇതിൻ്റെ തന്നെ ഇതിൻ്റെ ബിഗ് വൺ. ഇത് 10 പവൻ, ഇത് 6 പവൻ. അപ്പോൾ 16 പവൻ മതി. വാവ്, എന്ത് സ്റ്റോണാ? നോർമൽ സ്റ്റോൺ, വൈറ്റ്, ബ്യൂട്ടിഫുൾ പേൾസ്. യെസ്, 16 പവനേ ഉള്ളൂ. പക്ഷേ ഇത് 2 വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴുത്ത് നിറഞ്ഞ് കിടക്കും. സാധാരണ ബ്യൂട്ടീഷ്യൻസൊക്കെ അല്ലേ ഒരുക്കുന്നത്. അവർ വരുമ്പോൾ അവരിങ്ങനെ പിന്നൊക്കെ വെച്ച് കുത്തി അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരും. ഞാനിപ്പോൾ ഇങ്ങനെ ഇടുന്നുണ്ട് ഇങ്ങനെ കൂടി. ഈ മാലയുടെ ഒരു ഭംഗി നോക്കിയേ. ഇത് ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ്. അത് ഈ മഹാലക്ഷ്മി, അതിൻ്റെ 3 ആന, പിന്നെന്താ പീകോക്ക്. സച്ച് എ ബ്യൂട്ടിഫുൾ വർക്ക്. ഇത് അതിൻ്റെ തന്നെ കോംബോ അല്ലേ? അതിൻ്റെ ചെറുത്, അതിൻ്റെ വലുത്. ഇതിപ്പോൾ ഇത് 13 പവൻ. ഇത് എത്ര വരും? 3.5. അപ്പോൾ കോമ്പൻസേറ്റ് ആവും. ഇത് രണ്ടും കൂടി ആണെങ്കിൽ 16.5 പവൻ അല്ലേ? വാവ്, നൈസ്. പക്ഷെ ഇവിടുത്തെ വർക്ക് കണ്ടോ? സോ മച്ച് ഓഫ് ഡീറ്റെയിലിംഗ്. ഭയങ്കര നല്ല പണിക്കാരല്ലേ ഇവിടെ ഈ സ്വർണ്ണം ചെയ്യുന്ന. മൈ ഗോഡ്, ഇൻട്രിക്കേറ്റ് വർക്കാണ്. ഇതുമൊക്കെ നാഗാസ് തന്നെ അല്ലേ? നാഗാ കളക്ഷൻസ്, നഗാസ് കളക്ഷൻ. അതൊരു മനോഹരമായ കാഴ്ച. ഇത് ഭംഗിയായിരിക്കണം. വാവ്, അയ്യോ, അത് വർക്ക് കണ്ടില്ലേ? പിങ്ക് സ്റ്റോൺസ്, ചെറിയ പിങ്ക് സ്റ്റോൺസ്, പേള്, ഗ്രീൻ സ്റ്റോൺ. ഇങ്ങനെ ഇവിടെ 2 ഗ്രീൻ, 3 ആന, മഹാലക്ഷ്മി 2. ഇതൊരു പീകോക്ക്. ഒറ്റ പീസ് ഇട്ടാൽ മതി. വെഡിങ്ങൊക്കെ ആകുമ്പോൾ ബ്രൈഡിന് ഇടാനാണെങ്കിൽ ഇങ്ങനെ ഇടാം. എല്ലാം കൂടി 16.5 പവനേ ഉള്ളൂ, രണ്ടും കൂടി ചേർത്തിട്ട്.
പക്ഷെ കണ്ടു കഴിഞ്ഞാൽ എന്ത് തോന്നും, നമുക്ക് അത്ര ഒരുപാട് പവനൊന്നും ആവശ്യമില്ലാന്ന് മനസ്സിലായില്ലേ, ഗ്രാൻഡായിട്ട് വെഡിങ്ങിന് ഒരുങ്ങാനായിട്ട്. വാവ് ഫാക്ടർ. ഇത് 5.25 പൗൻ്റെ ആണ്. ഇതിൽ റിയൽ ആയിട്ടുള്ള പീകോക്കിൻ്റെ മയിൽപ്പീലിയാണ്, ശരിക്കുള്ള മയിൽപ്പീലി, ഒറിജിനൽ മയിൽപ്പീലിയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇത് 2.5, ഇത് 5.5, അല്ലേ 5.5 എന്നല്ലേ പറഞ്ഞു? ഇത് 5.5, ഇത് 2.5, ഇത് 5.25, ഇത് 2.5, 1.25. അപ്പോൾ ടോട്ടൽ എത്ര വരും? 10 പവന് താഴെ. നോക്കി എന്തൊരു പിന്നെ രസമായിരിക്കണം. 3 ഒരു 10 പവൻ്റെ മാല എന്ന് പറയുമ്പോഴേ ഒരു മാല അല്ലാണ്ട് ഇങ്ങനെ 3ആയിട്ട് ഇടാൻ പറ്റും. ഒരു വെഡ്ഡിങ്ങിനൊക്കെ ഇതിൽ കൂടുതൽ 10 പവന് താഴെയുള്ളൂ. ഇപ്പോഴത്തെ സ്വർണ്ണ വിലയിൽ ഇതൊക്കെ തന്നെ ധാരാളം അല്ലേ. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു 10-25 പവൻ ഇട്ടിരിക്കുന്ന പോലെ തോന്നുകയും ചെയ്യും. 10 പവന് താഴെയുള്ളൂ. മേക്കിംഗ് ഇവർക്കാണെങ്കിൽ കൂടി ഇങ്ങനെ കാണുന്നതിനെക്കാട്ടി ഫീലാണ് അതുകൊണ്ട്. പിന്നെ ഈ പണിക്കൂലിയൊക്കെ ഇവിടെ ഭയങ്കര കുറവാണല്ലോ. അപ്പം ഇവിടുത്തെ തിരക്ക് കാണുന്നുണ്ടല്ലോ, മേടിക്കാനുള്ള ആൾക്കാരുടെ തിരക്കാണ്, അതേപോലെ തിരക്കാണ് ഇവിടെ, ഭയങ്കര തിരക്കാണ് ഇപ്പോൾ. ഇത് ജനുവരി 5-ാം തീയതി വരെയും ഇവിടെ ഓഫേഴ്സ് ഉണ്ട്. പണിക്കൂലിയെല്ലാം ഭയങ്കര കുറച്ച് കൊടുക്കുന്ന സമയം. ഇത് 10 പവൻ്റെ സെറ്റാണ്. അഗെയിൻ കുറേ സ്റ്റോൺസ് ഉണ്ട്. എത്രയൊക്കെ വരെ? ഇതെല്ലാം ഭംഗി കേട്ടോ. അയ്യോ ബ്യൂട്ടിഫുൾ നെക്ലേസ്. ഇത് എത്രയാ? ഇത് 3.5 പവന്. ഇത് രണ്ടാമത്തെ വന്ന് 6 പവനുണ്ട്. ഇത് 6, ഇത് 3.5, 7, 8, 9.5, ഇത് 7. അല്ല ഇത് 3 കൂടി വന്നാലും 15 വരുന്നുള്ളൂ. ടോട്ടൽ നോക്കിയേ. ഇതൊരു വെഡ്ഡിങ് കളക്ഷൻ ഞാൻ കാണിക്കുവാണ്. ഇത് വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ മാല സെറ്റ് ചെയ്ത് വാങ്ങാനായിട്ട് 16.5 പവനേ ഉള്ളൂ ഈ 3 മാലയും കൂടി ചേർത്തിട്ട്. സോ ബ്യൂട്ടിഫുൾ. അതിൽ ഇത്രയൊന്നും അല്ല തോന്നുന്നത് കണ്ടു കഴിഞ്ഞാൽ. ഭയങ്കര നിറഞ്ഞു കിടക്കും, ഹെവിയാണ്. അറ്റ് ദ സെയിം ടൈം ബ്യൂട്ടിഫുൾ ഇൻട്രിക്കേറ്റ് വർക്ക്സ്, പണിക്കൂലിയും കുറവ്. ശരിക്കും കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് തന്നെ വന്നോളൂ. കല്യാണ കാര്യങ്ങൾക്ക് മാത്രമല്ല, തൃശ്ശൂരൊക്കെ വരുന്ന പാടേ ഉള്ളൂ, ഒരു കുഴപ്പമില്ല. അത്രയും ബെനിഫിഷ്യലാണ്. പാറ്റേൺ വൈസ് ഹെവിനെസ് കാണുമ്പോൾ തന്നെ ഉള്ളൊരു ലുക്ക്. നല്ല ഗോൾഡാണ് ഇവരുടെ, നല്ല ഇൻട്രിക്കേറ്റ് വർക്ക്സ്, നൈസ്. അതിശയിപ്പിക്കുന്ന കോമ്പോസാണ് എല്ലാം ഒരു 10 പവൻ്റെ ഒരു 3 മാല, അങ്ങനെ 15 പവൻ്റെ ഒരു രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത്. അല്ല ഇത് എത്ര? ആണോ? ഇത് 2.5 പവനേ ഉള്ളൂ. 1.25 പവനോ? ഓ, അതിൽ ബാക്കിയിൽ നമുക്ക് 1.25 ഉള്ളൂ ഇതിൻ്റെ. ബാക്കിലൊരു ചെറിയ ചെയിൻ ഇട്ടാൽ മതി അല്ലേ? അതെ 1.25 പവനേ ഉള്ളൂ. ചെറിയൊരു ചെയിൻ ബാക്കിലേക്ക് ഇട്ടിട്ട് ഇറക്കിയിട്ടിട്ട് മേളിലൊരു മാലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ 2 നൈസ്. ഞാനിപ്പോൾ ഇട്ടത് എല്ലാം 15ൻ്റെ കളക്ഷനായിരുന്നു അല്ലേ. ഇപ്പോൾ 15 ഇതേ വെച്ചുള്ളൂ. ഇത് കുറച്ചുകൂടി ഒരു സ്റ്റെപ്പ് ഹെഡാണ്. ഈ പവനെക്കാട്ടിലും കുറച്ചുകൂടെ കൂടുതൽ. അത് അപ്പുറത്തെ സെക്ഷനിൽ നിന്നാണ് എടുത്തിട്ട് വന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു സ്റ്റോണിൻ്റെ കളറും ഇതിൻ്റെ പിങ്ക്, ആ ഒരു കോൺട്രാസ്റ്റ്. ഇത് ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. സെക്കൻഡ് നഗാസ് ചോക്കർ ആൻഡ് ഒരു മാലയും ലോങ് വൺ. ഇത് എത്ര പവനാന്ന് പറയാമോ? രണ്ടും കൂടി. ഇത് ആക്ച്വലി നഗാസ് അല്ല, ഇത് ആൻറ്റിക്കാണ്. ആൻറ്റിക് കളക്ഷൻ. ആ കളർ കാണുമ്പോൾ അറിയില്ലേ. ഇറ്റ്സ് എൻ ആൻറ്റിക് കളക്ഷൻ. സച്ച് എ ബ്യൂട്ടിഫുൾ പീസ്. രണ്ടും കൂടി ചേർത്ത് 20 പവൻ ഒള്ളി. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ അത്രയാണോ തോന്നുന്നത്? ഒരു 10, 35, 40 തോന്നും. 35 എങ്കിലും തോന്നും മിനിമം. അതെല്ലാം കൂടി നൈസ്, വെരി ബ്യൂട്ടിഫുൾ. ഇങ്ങനെ കുറേ ഉണ്ട്. ഇതൊക്കെ നഗാസി സെക്ഷൻ. ഇതെല്ലാം ആൻറ്റിക്. ആ സൈഡിലോട്ട് പോയാലും എല്ലാം ആൻറ്റിക്കാണ്. ഇത് നോക്കിയേ, ഇത് 3 കൂടി ചേർത്തിട്ട് ബിലോ 10 ആണ് കേട്ടോ. 10 പവന് താഴെയുള്ളൊരു കളക്ഷനാണ് നഗാസിൻ്റെ. ആര് പറയുന്നതെല്ലാം 3 കൂടി 10 പവനേ ഉള്ളൂ എന്ന്. ഇത് 2 മുത്ത് മിസ്സിങ് ഉണ്ട്. അത് തിരിച്ച് ഇത് കുറച്ച് മുത്ത് കാണുന്നില്ല, അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതവർ ഫിക്സ് ചെയ്ത് തരും. ഓക്കെ, ഇതിങ്ങനെ ഈ മുത്ത് ഇവിടെയും കൂടി വരും. ഇതൊക്കെ ഇത് ലാസ്റ്റ്, ഇത് മിഡില്, ഇത് നമ്മുടെ നെക്ലേസ്. 3 കൂടി ബിലോ 10, 9 സംതിങ്ങേ ഉള്ളൂ. ഓക്കെ, ബ്യൂട്ടിഫുൾ. ഇതൊക്കെ നഗാസിൻ്റെ പുതിയ കളക്ഷനാണ്. വാവ്, നിറയെ സ്റ്റോൺസൊക്കെ വെച്ചിട്ട് അടിപൊളി. വാട്ട് എ കോമ്പിനേഷൻ കളർ സ്കീം. പിങ്ക് ആൻഡ് ബ്ലൂ. ഇത് എത്ര പവനാണ്? ഇത് 12. പക്ഷെ എന്തൊരു ഇൻട്രിക്കേറ്റ് വർക്കാണ്.
അതിമനോഹരം, പറയാതിരിക്കാൻ പറ്റില്ല. ഇത് ബ്ലൂ ആൻഡ് പിങ്ക് ആണ് കോംബോ. ഇടണമെന്നില്ല, ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കട്ടെ. ഇറ്റ്സ് നൈസ്. 3.5 പവൻ അല്ല, 3.5 എന്നല്ലേ പറഞ്ഞേ? ആ, നല്ല ഹെവി. ഇത് 5.5. ഓ സോറി, നല്ല ഹെവിനെസ് ഉണ്ട്. അടുത്തപ്പോൾ തന്നെ ഓക്കെ. പച്ച അയ്യോ, ഇത് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്നതിന് ആപ്റ്റാണ്. വാവ്, ഇതാണ് 3.5 അല്ലേ? ഇത് ഈ സാരിക്കും ബ്ലൗസിനും ഒരേ ഭയങ്കര മാച്ച്. വാവ്, 3.5. ഓക്കെ, പൂക്കളുടെ ഒരു ഫ്ലോറൽ സാധനം. ഇത് 3.5 പവനാണ്. ഇതും ഉണ്ടോ? ഇത് എഗെയിൻ നല്ല ഫ്ലവർ, നല്ല പൂക്കൾ ഇങ്ങനെ വന്നിട്ട് അതിനകത്തൊരു പേള്. വാവ്, ഇതെല്ലാം ഒരു 3.5 പവൻ്റെ ആണ് അല്ലേ? ഇതും അത് തന്നെയാണ്. ആ റേഞ്ച്. ബാക്കിൽ ചെയിൻ ഇട്ടാൽ മതി. ഓൾ നെക്ലേസസ് ഇതെല്ലാം അത് തന്നെ. ഓക്കെ, ഇതിപ്പോൾ ഗോൾഡ് ഓർണമെൻറ്റ്സിൻ്റെ ഇടയിൽ ഒരു പുതിയ ട്രെൻഡാണ് ഇങ്ങനത്തെ മാല ലെയേഴ്സ്. അതെ, 3. ഇതൊരു നെക്ലേസ് ടൈപ്പ്. ഇത് മിഡിൽ ആൻഡ് ദ ലാസ്റ്റ് വൺ, 2 ലെയർ. ആ ഓക്കെ, ഒക്കെ നഗാസാ മാറി വരും അല്ലേ? എല്ലാം കൂടി ഉണ്ട് ഇങ്ങനെ ലെയറായിട്ട് ഇടുന്ന ഒരു രീതി. പണ്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ വീണ്ടും അത് ട്രെൻഡിൽ വന്നിരിക്കുകയാണ്. ട്രഡീഷണൽ. ഇതൊക്കെ എത്ര കോമ്പോസ്? അയ്യോ, അത്രേ ഉള്ളൂ. ഇത് 4.25 പവൻ. ഇത് 4.25 പവൻ. ഇതോ 2.5. അപ്പം 4.25 2.5. ഓക്കെ, 6.5 6.25 പവനേ ഉള്ളൂ. ഇത് രണ്ടും കൂടി ചേർത്തിട്ട്. ഈ ഒരു മാലയ്ക്ക് എന്താ വില? ഈ കാശ് 6 പവൻ രണ്ടും കൂടി ചേർത്തല്ലേ? വാവ്, ഇതിങ്ങനെ ഒരൊറ്റ പീസാണ്, 2 ലെയർ. കൊള്ളാട്ടോ, 6.5 പവൻ. ഇത് മറ്റൊരു ട്രെൻഡാണ്. ദറ്റ് ഇസ് പേസ്റ്റൽ കളറിലെ സ്റ്റോൺസ് വെച്ചിട്ട് ഗോൾഡിൽ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളേഴ്സ്. ഭയങ്കര എന്താ പറയുക, സോഫ്റ്റ് കളേഴ്സ് അല്ലേ പേസ്റ്റൽ ഷെയ്ഡ്സ്. പിങ്ക് ആൻഡ് ഈ ഒരു സീ ഗ്രീൻ വരുമ്പോൾ സീ ബ്ലൂ എന്നോ എന്തോ വേണമെങ്കിൽ പറയാം നമുക്ക്. ഇതെല്ലാം ഒരു 3-നും 4-നും ഇടയ്ക്കാണ് ഇതിൻ്റെ. 3.5 4 3 3.5 ആ ഒരു ഇതിലാണ്. നല്ല ഭംഗിയാണ്. ഞാൻ ഈ മാല പോലും ഇടാതെ ഇങ്ങനെ ഇരിക്കുവാണ്. എല്ലാം ഓരോന്നോരോന്നായിട്ട് ട്രൈ ചെയ്തിട്ട്. ഓക്കെ, ഇനി ഇത് 17.5 പവൻ അല്ലേ ടോട്ടൽ? ഇത് 3 കൂടി ചേർത്തിട്ട് ഓൺലി 17.5 പവൻ. കണ്ടു കഴിഞ്ഞാൽ എന്ത് ഹെവിയാന്ന് നോക്കിയാൽ ഈ വർക്ക് എല്ലാം കൂടി. ഇതൊരു ഹെവി വൺ, ഇതൊരു ഹെവി വൺ, ഇതൊരു ഹെവി. പക്ഷേ എല്ലാം കൂടി 3 കൂടി ചേർത്ത് 17.5 പവനേ ഉള്ളൂ. ഒരു വെഡിങ്ങിന് ഇത്ര ഇട്ട് കഴിഞ്ഞാൽ തന്നെ മതി, വേറെ കൂടുതലൊന്നും വേണ്ട. 17 പവൻ്റെ മാല, 2 കമ്മൽ, കുറച്ച് വളയാകുമ്പോൾ നമുക്ക് ഇങ്ങനെ അധികമൊന്നും വേണ്ടല്ലോ. കറക്റ്റായിട്ട് ഇതുപോലെ ആൻറ്റിക് സ്റ്റൈലിലോ അല്ലെങ്കിൽ നഗാസിൻ്റെയൊക്കെ ഒരു 2-3 വള ഇട്ട് കഴിഞ്ഞാൽ ഒരു 25 പവനകത്തുള്ള ഒരു വെഡ്ഡിങ് നമുക്ക് പ്ലാൻ ചെയ്യാനാണെങ്കിൽ ഒരാൾക്ക് 25 പവൻ മതി എന്ന് വെച്ചാൽ ഇതെന്ത് രസമായിരിക്കും. വാവ്, ഇത് ഇവിടുത്തെ വളയുടെ കളക്ഷൻ്റെ ഒരു ചെറിയൊരു ഭാഗമാണ്. ഒരു പെട്ടി മാത്രമേ തുറന്നിട്ടുള്ളൂ. ഇത് ഒരു 8 ഗ്രാം മുതൽ, അതായത് 1 പവൻ തൊട്ട് 2-2.5 പവൻ വരെ ഉണ്ട്. 1.5 പവൻ, 2 പവൻ, ഇതൊക്കെ 2 പവനാണ്. ചെറുത്, അതായത് ഇത് 1 പവൻ. ഓക്കെ, 8 ഗ്രാം അങ്ങനെ വരും. ഇതൊക്കെ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ. സോ ബ്യൂട്ടിഫുൾ, ഇൻട്രിക്കേറ്റ് വർക്ക്സ്, ബ്യൂട്ടിഫുൾ. പറഞ്ഞറിയിക്കാൻ വയ്യാത്തൊരു ഭംഗിയുണ്ട് ഇതിനെല്ലാം. ഡീറ്റെയിലിംഗ്, ഓൾ ഡീറ്റെയിലിംഗ് അതെ. ഓക്കെ, നൈസ്. അപ്പോൾ ഇത് 1 പവൻ തൊട്ട് മേടിക്കാൻ പറ്റും ഇത്തരം വളകൾ. ഇതൊക്കെ നോക്കിയേ. വാവ്,
ഇതെല്ലാം ഇത് പുതിയ പാറ്റേൺ ആണ്. ഇതെല്ലാം യെല്ലോ ഗോൾഡിൻ്റെ ആണ്. കഥകളി ഇതൊക്കെ ചെറിയ ഇതേ ഉള്ളൂ. 3 പവനൊക്കെ ഉള്ളൂ കേട്ടോ. വലിയ മാലയാണ്. പക്ഷേ നമ്മുടെ പഴയ ട്രഡീഷണൽ മാലകൾ എല്ലാം ഭയങ്കര ഇതൊക്കെ ചെറിയ എത്ര ഒരു 4 പവൻ 4-5 പവനേ ഉള്ളൂ. പക്ഷെ ഏറ്റവും വലുതായിട്ട് കിടക്കുന്നത് 1 പവനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു യെല്ലോ ഗോൾഡിൻ്റെ കളക്ഷൻ. ഭയങ്കര ഗ്രാൻഡ് ലുക്കായിരിക്കും. പക്ഷെ ഇപ്പം അങ്ങനെ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയാകാം. പക്ഷേ ഒരിക്കലും ട്രെൻഡ് മാറാത്തതാണ് പിച്ചിമൊട്ടും മുല്ലമൊട്ട്, അതുപോലെ കാശുമാല. ഇത് എത്രയായിരുന്നു? ഇത് എത്ര പവൻ്റെ ആയിരുന്നു? 4 പവൻ അല്ല, അത് 2.5 പവൻ. ഇത് 2.5 പവനേ ഉള്ളൂ കേട്ടോ. ബട്ട് ലുക്കിംഗ് ഗ്രേറ്റ്. 2.5 പവൻ ഉള്ളി. ഗ്രാൻഡ് ലുക്ക്. പിച്ചിമുട്ട് 3 പവനാവും. ഇതൊരിക്കലും ഔട്ട് ഓഫ് ട്രെൻഡ് ആകാത്തൊരു പാറ്റേൺ ആണ്. ഇനിയും 10 വർഷം 20 വർഷം കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാൽ ഈ മാലയും കാശുമാലയും ഒക്കെ ഉണ്ടാവും. ഇത് ഇവിടെ ആൻറ്റിക്ക്, അതുപോലെ അതിൻ്റെ എല്ലാം ലേറ്റസ്റ്റ് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വർക്ക് ചെയ്തിട്ടുള്ള മാലയാണ് കേട്ടോ. അതിൽ ഇതൊക്കെ നോക്കിയേ, സോ ബ്യൂട്ടിഫുൾ. പേസ്റ്റൽ ഷെയ്ഡ്സ്. ഓക്കെ, പേസ്റ്റൽ ഷെയ്ഡ്സിൻ്റെ കളക്ഷൻ ധാരാളം ഉണ്ട്. കുറേ ഭംഗിയുള്ള സാധനമുണ്ട്. ഇതൊക്കെ നോക്കിയേ, ഇത്രയും ചെറിയ പാലക്കയും ഇത്രയും ചെറിയ നാഗവടം. ഇതൊക്കെ ഒരു 2 പവൻ ഒക്കെ വരുള്ളൂ കേട്ടോ. 2 എല്ലാം കുഞ്ഞു വർക്ക്സാണ്. ഇത് നോക്കി ഡയമണ്ടിൻ്റെ പോലത്തെ ആ ഒരു കട്ടാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ പ്യുവർ ഡയമണ്ടിലെ ചോക്കേഴ്സാണ്. ഇതൊക്കെ 2-2.5 പവൻ അങ്ങനെയൊക്കെ വരിക. ഇത് നോക്കിയേ, ഇത് ആനയാണ്. ഇത് ആന. സി സോ നൈസ്. ഇത് പറഞ്ഞാൽ വിശ്വസിക്കില്ല, ഇത് ആനയാണ്. അത്ര ഭംഗിയാണ്. ഇതൊക്കെ നോക്കൂ. ഇതൊക്കെ 2.5 പവൻ. ഗ്രാമൊക്കെ നോക്കുമ്പോൾ നൈസ് ബ്യൂട്ടിഫുൾ കളക്ഷൻ. ഇതെല്ലാം അങ്ങനെ തന്നെയാണ്. പിന്നെ ഇതെല്ലാം ഓരോ പവനാണ്. ഇത് 8 ഗ്രാം. ഇത് 3/4 പവനേ ഉള്ളൂ, 8 ഇല്ല, 6 ഗ്രാംസ്. ഇതൊക്കെ ട്രെൻഡി ടൈപ്പാണ് ഗോൾഡിൽ. ഇത് 1 പവൻ, ഇത് 3/4 പവൻ. ഞാൻ അത് ഇട്ടിരിക്കുന്നു. ഇത് ഇവിടുത്തെ മറ്റൊരു ബ്യൂട്ടിഫുൾ കളക്ഷൻ. 2.5-3 പവൻ്റെ ആണ്. ഇത് നല്ല ഭംഗിയില്ലേ, വെരി ബ്യൂട്ടിഫുൾ പേസ്റ്റൽ കളേഴ്സ്. ഒരു 3 പവനോ മറ്റാണിത്. ഇതൊക്കെ ഭയങ്കര മൂവിങ് ആണ് കേട്ടോ ഈ സെക്ഷൻ കംപ്ലീറ്റ്. അതെ, ഇങ്ങനത്തെ പിങ്ക് ആൻഡ് പേസ്റ്റൽ ഷെയ്ഡ്സ്, ഒരു ചെറിയ ഗ്രീൻ, സീ ഗ്രീൻ. ഇവിടെ വേറൊരു സെക്ഷനാണ്. ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് അൺകട്ട് ഡയമണ്ട്സ്, പ്രഷ്യസ് സ്റ്റോൺസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. ബ്യൂട്ടിഫുൾ ആയിട്ട് കുറേ പീസസ് ഉണ്ട് കേട്ടോ. അകത്തേക്ക് നോക്കാം. റൂബി സ്റ്റോൺസ്, എമറൽഡ്. ഇത് നോക്കി, ഇത് അൺകട്ട് ഡയമണ്ട്സ് വിത്ത് എമറൽഡ്. അതിൻ്റെ ഒരു ഫുൾ സെറ്റാണ്. ഇതൊക്കെ നഗാസിൻ്റെ തന്നെ പ്രഷ്യസ് സ്റ്റോൺസ് വെച്ചിട്ടുള്ള പീസസ് ആണ്. ഇത് 4.25 പവൻ. 4.25. ഓക്കെ, 2 പവൻ 4.25. ഇത് 4.25. ഇതിലൊക്കെ പക്ഷേ എമറൽഡ്, റൂബി മുതലായ പ്രഷ്യസ് സ്റ്റോൺസ് ആണ്. വെയിറ്റ് കുറവാണ്. റീസെയിൽ വാല്യൂ ഉണ്ടോ? ഓ, റീസെയിൽ വാല്യൂ ഉണ്ടെന്ന് പറഞ്ഞു. 3.5 പവൻ വിത്ത് പ്രഷ്യസ് സ്റ്റോൺസ്. നല്ലൊരു ഹാരം ലുക്ക് തന്നെയാണ്. യെസ്. റൂബി ആൻഡ് എമറൽഡ്. സോ ആ സ്റ്റോൺസിൻ്റെ പ്രൈസ് എക്സ്ട്രാ ആവും. 3.5 പവനേ ഉള്ളൂ. പക്ഷേ എന്ത് ഭംഗിയല്ലേ. ഇത് നോക്കേ, ഇതൊക്കെ റൂബി ആൻഡ് എമറൽഡ്. നാഗാസ് ട്രഡീഷണൽ പാറ്റേണിൽ പ്രഷ്യസ് സ്റ്റോൺസ് വെച്ച്. ഓ, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ ഇവിടുത്തെ കളക്ഷൻസ്. എൻ്റെ അമ്മ. അൺകട്ട് ഡയമണ്ട് ആൻഡ് കളർ സ്റ്റോൺ ആണ്. ഇത് എമറൽഡ് അല്ല, കളർ സ്റ്റോൺ ആണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ എമറൽഡ് പോലെ തന്നെ ഇരിക്കും.
ഇതിൻ്റെ ടോട്ടൽ പ്രൈസ് എത്രയാണെന്ന് ഞാൻ ചോദിച്ചിട്ട് പറയാട്ടോ. അനദർ ബ്യൂട്ടിഫുൾ പാറ്റേൺ ഇത് നോക്കിയേ. ഇത് പ്രഷ്യസ് സ്റ്റോൺ തന്നെയല്ലേ? സാധാ സ്റ്റോൺസ് ആണ്. ചോക്കർ നോക്കിയേ, എന്ത് ഭംഗി. 3.5 പവനിലെ. അയ്യോ സോ ബ്യൂട്ടിഫുൾ. എന്തത് ഇത്? പക്ഷേ കളർ സ്റ്റോൺസ് ആണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക, പ്രഷ്യസ് സ്റ്റോൺസിലൊക്കെ ഇട്ട് ഇങ്ങനെ കുട്ടി സ്റ്റോൺസ്. വെരി ബ്യൂട്ടിഫുൾ. കണ്ടോ ഇങ്ങനെ അലുക്കുകൾ പോലെ. 3.5 പവനേ ഉള്ളൂ. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ചോക്കർ സെറ്റ്. പിന്നെ ഇത് പറഞ്ഞു. പിന്നെ എന്താ പറയുക, അതാ ഇതൊരു അൺകട്ടിൻ്റെ സ്റ്റോൺസ് മാത്രമേ ഉള്ളൂ. നൈസ്. ഇതെല്ലാം വളാസ് വളയാണ്. വാവ് നൈസ്. സോ ബ്യൂട്ടിഫുൾ. നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ബാംഗിൾസ്. ഇതൊക്കെ ഒരു 1.5 പവനൊക്കെ ആണോ? എത്ര ഇതൊക്കെ? 1.5 2 പവൻ. വെയിറ്റ് കുറവാണ്. ഓക്കെ. കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ഭയങ്കരമായിട്ട് സ്റ്റോൺസും കൂടി വെച്ചിട്ട് നഗാസ് ചോക്കർ. പക്ഷെ വെയിറ്റ് ഇല്ല കേട്ടോ. ഒരെണ്ണം ഇട്ടാൽ മതി. ഹെവി ആയിട്ട് തോന്നും. പക്ഷെ വെരി ലൈറ്റ് വെയിറ്റ്. എത്ര വരും ഇത്? നോക്കട്ടെ. 6.25 പവൻ ഉള്ളി. നൈസ് പീസ്. സിംഗിൾ പീസ്. വാവ്. അത് 3.25 ഉള്ളൂ. എന്ത് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് എന്ത് ഭംഗിയാ. 3.25 പവൻ. ഇത് 3.5 പവൻ. എക്സലൻറ്റ്. കുറഞ്ഞു വരികയാണല്ലോ. 3.25 അല്ല 3.5 3.25 2.5. ഇത് 6. ട്രെൻഡിങ് മോതിരമാണ്. ആമ ലക്കാന്നാണ് പറയുന്നത്. അതിൻ്റെ ഗോൾഡ് ഡയമണ്ട് രണ്ടുമുണ്ട്. എന്ത് വിലയാകും? ഇത് ഇട്ടാൽ അയ്യോ ഭയങ്കര ബ്യൂട്ടിഫുൾ കേട്ടോ. വെരി ക്യൂട്ട്. ഇതെല്ലാവരും ഇടുന്നൊരു മോതിരം കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട് ഒരു ആമയുണ്ട്. ഇത് കണ്ടപ്പോൾ ഒരു ഭയങ്കര ഇത് തോന്നുന്നു, കൗതുകം. ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര ലക്കാണ് ആമ ഇട്ട് കഴിഞ്ഞാലെന്നാണ് പറയുന്നത്. ഇത് പല ടൈപ്പ് ഓഫ് ആമയാണ്. പക്ഷേ ഇതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആമ. ഇതൊക്കെ കുറച്ചുകൂടെ ഫ്ലാറ്റർ ആമയാണ്. ഇത് ആനവാൽ മോതിരം. യെസ്. ആനയുടെ വാല് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് ആനവാല് പോലെ ഫൈബർ മോതിരമാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ആനവാല് പോലെ. ആനയുടെ വാല് കിട്ടണ്ടേ പറയും. നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഭയങ്കര സപ്പോർട്ടും ഉണ്ട് മാം. അതെ നല്ല സപ്പോർട്ട് നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഓരോ ആനിവേഴ്സറി നമുക്ക് അടുത്ത ഓരോ മൂവ്മെന്റ്സ് ഓരോ സ്റ്റെപ്പ് കയറാനും നമുക്ക് സാധിക്കുന്നത്. അവർ തരുന്ന ഒരു ഊർജ്ജം കൊണ്ട് തന്നെയാണ്. അത് ഉറപ്പായിട്ടും അവർക്കായിട്ട് നിങ്ങൾ കുറെ ഓഫേഴ്സും കൊടുക്കും. അതെ തീർച്ചയായിട്ടും സമ്മാനം പോലെ. അതെ ആനിവേഴ്സറിക്ക് അതുണ്ടാവും. അപ്പൊ ഇപ്രാവശ്യം എന്താണ് പ്ലാൻ ചെയ്തത്? ഏറ്റവും മെയിൻലി ആണ് 1% മാത്രം നൽകിക്കൊണ്ട് വെഡിങ് പാർട്ടികൾക്ക് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാം. ഇന്ന് ഗോൾഡിന്റെ റേറ്റ് അറിയാലോ മാം, ഭയങ്കര റോക്കറ്റ് പോലെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ വെറും 1% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അതെ ചെറിയൊരു എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 1% കൊടുത്തു കഴിഞ്ഞാൽ ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാം. അതായത് പിന്നെ കൂടിയാലും കുഴപ്പമില്ല, കുറഞ്ഞു കഴിഞ്ഞാൽ കുറഞ്ഞ റേറ്റിനും കൊടുക്കും. അതൊരു വലിയൊരു ഓഫറാണല്ലോ. 1% വാങ്ങാൻ ആഗ്രഹിക്കുന്നതിന്റെ 1% പൈസ കൊടുത്ത് ബുക്ക് ചെയ്യാം അല്ലേ? അതായത് ആകെ 10 ലക്ഷം രൂപയ്ക്ക് 10,000 രൂപ കൊടുത്തു കഴിഞ്ഞെങ്കിൽ ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാം. അപ്പൊ ഇന്നത്തെ കറണ്ട് റേറ്റ് അന്ന് എന്നാണോ ബുക്ക് ചെയ്യുന്നത് ആ റേറ്റിൽ തന്നെ നിങ്ങൾ ഒന്നെങ്കിൽ ബുക്ക് ചെയ്താൽ അന്നത്തെ റേറ്റ്, ഇനി പർച്ചേസ് ചെയ്യാൻ വരുമ്പോൾ അതിനേക്കാളും കുറഞ്ഞ റേറ്റ് ആണെങ്കിൽ അന്നത്തെ റേറ്റ്. ഈ രണ്ട് റേറ്റിൽ ഏത് റേറ്റ് ആണോ കുറഞ്ഞ റേറ്റ് ആ റേറ്റിന് നമുക്ക് ബില്ലാക്കാം. ഇങ്ങനൊന്നും ആരും കൊടുക്കുന്നുണ്ടാവില്ലല്ലോ. അതായത് കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഈ രീതിയിൽ ബുക്ക് ചെയ്ത് വന്നിട്ട് അവർ പർച്ചേസ് ചെയ്ത് ബില്ലാക്കി വരുമ്പോ ഭയങ്കര പ്രോഫിറ്റ് ആണ്. അതായത് 7,000 8,000 9,000 ഒക്കെ ഉണ്ടായിരുന്ന ഗോൾഡിന്റെ വില 2 മാസം 3 മാസം കൊണ്ടൊക്കെ ഭയങ്കരമായിട്ട് കയറി പോയിട്ടുണ്ട്. അപ്പൊ ഒരു 500 ഗ്രാം ഒരു 50 പവൻ 40 പവനൊക്കെ എടുക്കുമ്പോൾ ഭയങ്കര വ്യത്യാസമാണ്. ശരിക്കും കസ്റ്റമറിന് ഭയങ്കര ബെനിഫിറ്റ് ആണ്. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഈ ഒരു ബുക്കിംഗ് സ്കീം
എത്ര നാളത്തേക്ക് മുന്നേ നമുക്ക് ബുക്ക് ചെയ്യാം? നമുക്ക് 1 month ആണ് നമുക്ക് ഈ 1% ബുക്കിങ്ങിനുള്ളത്. പിന്നെയുള്ള പാക്കേജുകൾ ഒരുപാടുണ്ട് വേറെ. അപ്പൊ നമുക്ക് 5 മാസം 6 മാസം ഒക്കെ ബുക്ക് ചെയ്യാം, 2 മാസം 3 മാസം ഒക്കെ ബുക്ക് ചെയ്യാം. ഇത് നമ്മൾ സ്പെഷ്യൽ ഓഫർ ആയിട്ട് 1%. അതായത് ഇനി ജനുവരി 5 വരെ ഉണ്ടാവും അല്ലേ? അതെ, ജനുവരി 5 ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതെ സേഫ് ആണ്. അടുത്തതാണ് ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ സ്വർണം മാറ്റിയെടുക്കുമ്പോൾ പവന് 1000 രൂപ അധിക ലാഭം. അതുകൊണ്ട് എന്തൊക്കെയല്ലേ പുതിയ പുതിയ സ്കീം, അടിപൊളി. വേറെ എവിടെ ഇല്ലാത്തതാണ്. നമ്മൾ ഏതൊരു ഡയമണ്ട് ഓർണമെന്റ് എടുത്താലും അതാത് ഷോപ്പിൽ പോയാൽ മാത്രമാണ് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഏതൊരു ഷോപ്പിൽ നിന്ന് പർച്ചേസ് ചെയ്ത ഡയമണ്ട് ഓർണമെന്റ് ആണെങ്കിലും ലിയോസിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാം, മാറ്റി വാങ്ങിക്കാം. അതും ഒരു വെറൈറ്റി അല്ലേ? അതുപോലെ തന്നെ നമ്മൾ ഇത്രയും ഓഫറുകളും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. നമുക്ക് ഇതെല്ലാം നമ്മുടെ മാം വന്നിട്ടില്ലേ നമ്മുടെ അവിടെ, നമ്മുടെ മാനുഫാക്ചർ വന്നിട്ടുണ്ട്. അതെ 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 അതെ. അപ്പൊ നമ്മൾ ഇപ്രാവശ്യത്തെ എക്സിബിഷനിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ഇപ്രാവശ്യത്തെ ക്യാമ്പയിനിൽ നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനും നമ്മുടെ വിസിറ്റ് ചെയ്യാം. അതെ, ഫാക്ടറി വിസിറ്റ് ചെയ്യാം. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്, ഇതെല്ലാം ഇപ്പൊ ഇത്രയും വരുന്ന ഇൻട്രിക്കേറ്റ് ആയിട്ടുള്ള വർക്കാണ്. അത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ആ ഡീറ്റെയിലിംഗ് വളരെ മനോഹരമായിട്ട് നിങ്ങളുടെ ചെയ്യുന്ന ആൾക്കാരൊക്കെ പെർഫെക്റ്റ് ആണ്. മാമിന്റെ സ്കില്ലാണ് അത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും വർക്കുകളിൽ വരുന്ന പെർഫെക്ഷനും ഫിനിഷിംഗും ഒക്കെ വരുന്നത് ആ ഇരുന്ന് പണിയുന്ന തട്ടാമാരുടെ. അതെ അതെ, അത് എടുത്തു പറയണം കേട്ടോ. അവരുടെ ഒരു കലയായിട്ട് തന്നെയാണ് ഞാൻ നേരിട്ട് പോയി കണ്ടിട്ടുള്ള കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് അത് കാണാനുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോപ്പിനകത്ത് ഞാൻ വേറൊരു ഭാഗത്തേക്ക് പോണു. ഇത് ഇവരുടെ പുതിയ സംരംഭമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡ് ഷോപ്പാണ്. ലിയോയുടെ തന്നെ വിയ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അകത്തേക്ക് പോവാം. അപ്പോൾ വിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് ഇവിടെ നടക്കുന്നത്. അതായത് ഇത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിന്റെ ഭാഗമാണ്. ഒരു ലൈഫ് സ്റ്റൈൽ, പിന്നെന്താ പറയാ, ഏറ്റവും ലൈഫ് സ്റ്റൈൽ ജ്വല്ലറിയാണ്. ഇപ്പോഴത്തെ യൂത്തിന് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സിന് പറ്റിയിട്ടുള്ള ടൈപ്പ് ഓഫ് ഓർണമെന്റ്സ് ആണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ ഒരു എക്സ്പാൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ഫസ്റ്റ് ടൈം നമ്മളിപ്പോ ബാംഗ്ലൂർ നമ്മളൊരു 5 സ്റ്റോർ നമ്മൾ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഹൈദരാബാദ്, ചെന്നൈ എല്ലാം നമ്മൾ അടുത്ത സ്റ്റെപ്പുകൾ വളരെ ഫാസ്റ്റ് ഗ്രോ ചെയ്യാനുള്ള പ്ലാനാണ് കമ്പനി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഒരു ബൊട്ടിക് സ്റ്റൈലിലുള്ള ഒരു ചെയിൻ സ്റ്റോർ ആണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. എന്നാൽ വളരെ എന്താ പറയാ ലൈറ്റ് വെയിറ്റ് ആൻഡ് കോസ്റ്റ് എഫക്റ്റീവ്. അതെ അതെ, അതായത് ഇതിനകത്ത് ഒരു 5,000 റുപ്പീസ് മുതൽ ഡയമണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അത്രയും ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ആണ് നമ്മൾ ഇതിനകത്ത് പ്ലാൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ അതിന് ആ ലൈറ്റ് വെയിറ്റ് കളക്ഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഓൺ മാനുഫാക്ചറിങ് ഇതിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതാണ് ഇവർക്ക് ഓൺ മാനുഫാക്ചറിംഗ് ഉള്ളതിന്റെ അഡ്വാൻറ്റേജ് ആണ് ഈ കാണുന്നത്. ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാ ഡീറ്റെയിലിംഗ് ഞാനൊന്ന് നോക്കട്ടെ, അടിപൊളിയാക്കട്ടെ. ഇതൊക്കെ ഡയമണ്ട്സ് ആണ്, ഡയമണ്ട്സിന്റെ സെക്ഷനുകളാണ്. ഏറ്റവും ചെറിയ വെയിറ്റിൽ പോലും ലൈറ്റ് വെയിറ്റ് കളക്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. അതെ അതെ അതെ. ഇനി ഇതിന്റെ ബാക്ക് എൻഡ് സ്റ്റോക്കുകളൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഇരിക്കുന്നുണ്ട്. നമ്മൾ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഇവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഈ വിയാടെ വെബ്സൈറ്റ് വരുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജ് വഴി ഓൺലൈൻ പർച്ചേസ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റാവുന്ന എന്തെങ്കിലും ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസേഷനും നമുക്ക് അതിനകത്ത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനിൽ തന്നെ ഇരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഒരു ഡിസൈനർ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിസൈനറുടെ സേവനം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് ഓൺലൈനിൽ ഇരുന്നു കൊണ്ട് തന്നെ ഡിസൈൻ ചെയ്യാനുള്ള ആളുകൾ നമുക്ക് കൂടെ ഉണ്ട്. അപ്പൊ അതും ഒരു അപ്പൊ അങ്ങനെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് കമ്പനി പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മകളുടെ കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റിലാണ് റിയ പ്ലാനിങ് ചെയ്ത് വന്നിട്ടുള്ളത്. അതെ അതെ അതെ, ലേറ്റസ്റ്റ് ഒരു അപ്ഡേഷൻ ആണിത്. യങ്സ്റ്റേഴ്സ് ആണ് ഇതിന്റെ ഒരു ഇപ്പോഴത്തെ ജനറേഷൻ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു പാറ്റേൺ, ലൈറ്റ് വെയിറ്റ്, ബ്യൂട്ടിഫുൾ ഡിസൈനർ, അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത് 18 ക്യാരറ്റ്, 14 ക്യാരറ്റ്, 9 ക്യാരറ്റും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ അതെല്ലാം, അതായത് ഗോൾഡിന്റെ പ്രൈസ് നിങ്ങൾക്ക് അറിയാം ഭയങ്കര ഹെവി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്യൂരിറ്റി കുറവാണെങ്കിലും
പ്യൂരിറ്റി കുറവുണ്ടായിരിക്കും. 14 ക്യാരറ്റ് എന്ന് പറയുമ്പോൾ പ്യൂരിറ്റി കുറവുണ്ടായിരിക്കും. എന്നിരുന്നാലും ഓർണമെന്റ്സും ഭയങ്കര ഹാർഡായിരിക്കും, മെറ്റൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും, കംപ്ലൈന്റ് വരത്തില്ല. ലൈറ്റ് വെയിറ്റ് ആണെങ്കിൽ പോലും 916 എന്ന് പറയുമ്പോൾ 22 ക്യാരറ്റില് എപ്പോഴും ലൈറ്റ് വെയിറ്റിലേക്ക് പോയ ഡാമേജ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഇത് അങ്ങനെ വരത്തില്ല, എപ്പോഴും 18 ക്യാരറ്റിൽ. ഇപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഗോൾഡിന്റെ ഇപ്പൊ ഗവൺമെന്റ് ആണെങ്കിലും ഇപ്പൊ 9 ക്യാരറ്റ് സർട്ടിഫിക്കേഷൻ നമുക്ക് ഇപ്പോൾ ഓൾറെഡി അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അത് റീസെന്റ് ആണ് ഇപ്പൊ അത് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ വന്ന് കണ്ട് വാങ്ങിക്കുന്നത് ഏറ്റവും ബെസ്റ്റ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. വെബ്സൈറ്റ് വരുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. അപ്പോൾ കസ്റ്റമൈസ്ഡ് ആയിട്ടും ചെയ്യാം, അല്ലാതെ ഇവരുടെ കളക്ഷൻ കണ്ടുകൊണ്ടും ഓർഡർ ചെയ്യാം. അപ്പൊ ഞാനിപ്പോ നേരിട്ട് കാണാൻ പോകും, എന്നിട്ട് പറ്റുമെങ്കിൽ എന്തെങ്കിലും മേടിക്കാം. ഓക്കെ ഓക്കെ. നോക്കൂ, ബ്യൂട്ടിഫുൾ ഡയമണ്ട് പെൻഡൻറ്റോട് കൂടി. ഇത് 14 ക്യാരറ്റ്, ഇത് 18 ആണല്ലേ? ഓക്കെ ഓക്കെ. ഇത് 18 ക്യാരറ്റാണ്, 18 ക്യാരറ്റ് ചെയിൻ. എൻ്റെ പാറ്റേൺ നോക്കൂ, എൻ്റെ ദൈവമേ, സോ നൈസ്, സോ ബ്യൂട്ടിഫുൾ. ടോണിനനുസരിച്ചുള്ള റേറ്റ് വരും. പിന്നെ അത് മാത്രമല്ല റേറ്റ് 100% റീസെയിൽ വാല്യൂ ഉണ്ട്. ഇവിടെ തന്നെ. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്, നമുക്ക് പിന്നെ മേടിക്കാനായാലും ഇവിടെ തന്നെ വരണമെന്നില്ല, നമ്മൾ ഓൺലൈൻ നമുക്ക് യൂസ് ചെയ്യാം. അതാണ് മെയിൻ അട്രാക്ഷൻ. ഓൺലൈനായിട്ട് വാങ്ങാൻ പറ്റും. അതെ അതെ. 3.5 ഗ്രാം. 3.5 ഗ്രാമാണ് ഗോൾഡ്. ഇത് 18 ആണോ? അത് 18 തന്നെയാണ്, 18 ക്യാരറ്റ്. ഇതെല്ലാം ഡയമണ്ട്സിൻ്റെ ബ്രേസ്ലെറ്റ് ബാംഗിൾസ് ആണ്. എന്തുമാത്രം പാറ്റേൺ ഉണ്ട് നോക്കോളൂ. ഇതിൽ ഏറ്റവും ഭംഗിയുള്ളൊരെണ്ണം ഇടുന്നല്ലേ, ഇത് വളയാണോ? ബാംഗിൾസ്. ഓ, ഇത് എത്ര ക്യാരറ്റ്? ഇത് 18 ക്യാരറ്റ് ആണ്. റോസ് ഗോൾഡ് ആണ് അല്ലേ? അത് റോസ് ഗോൾഡ് ആണ്. യെസ്, റോസ് ഗോൾഡ് 18 ക്യാരറ്റ്. ഓ വാവ്. ഇതൊക്കെ ഡിഫറെന്റ് വെയിറ്റ് ആണ് കേട്ടോ. ഓരോന്നും ഓരോരോ പാറ്റേൺ ആണ് കേട്ടോ. എൻ്റെ നെയിൽ പോളിഷിൻ്റെ കളറ് നോക്കൂ. ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തിടാൻ പറ്റുന്നതാണോ? ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇതൊരു ബാങ്കിള ഒരു പകുതി കൂടുതൽ, പിന്നെ താഴോട്ട് ചെയിനാണ്. ഇത് ചെയിൻ പാറ്റേൺ ഇങ്ങനെ 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 ഹാങ് ചെയ്ത് കിടക്കും. ഇത് ആ ബാങ്കിൾ പാറ്റേൺ. ഓ, എന്ത് ഭംഗിയായത്. സിമ്പിൾ. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ട്രെൻഡി ആയിട്ടുള്ള ഡിസൈൻസും പാറ്റേൺ. ഒരുപാട് സ്വർണ്ണം വലിച്ചു വാരി ഇടുന്ന ഇപ്പോൾ ആൾക്കും ഇഷ്ടമല്ല. മാത്രമല്ല ഭയങ്കര വിലയുമാണ്. ഇടാൻ ആഗ്രഹിച്ചാൽ പോലും ഇത് വെയിറ്റ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ റേറ്റ് ഒക്കെ കുറഞ്ഞിരിക്കും അല്ലേ. ഡയമണ്ട് 2 എന്നായി. പിന്നെന്താ, റോസ് ഗോൾഡാണ്, കാണാനും ഭംഗിയുണ്ട്. ബ്യൂട്ടിഫുൾ ഡിസൈൻ. സിമ്പിളാണ്, ഒരെണ്ണം ഇട്ടാൽ മതി. നല്ല ഭംഗിയാണ്. എത്ര? 2.5 ഗ്രാം. ഓ, ഇതിൻ്റെ വേറൊരു പാറ്റേൺ കേട്ടോ. വേറൊരു പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ, ഇതിങ്ങനെ. ഇതൊക്കെ ഒരു 3.5 ഗ്രാംസ്, 2.9 ഗ്രാംസ്. ഇതൊക്കെ ആ റേഞ്ചുള്ളൂ. 3 ഗ്രാം 3 ഗ്രാം ഉള്ളൂ ഇതിനൊക്കെ വെയിറ്റ്. ഏകദേശം ഒരു 10,000-40,000-50,000 ഒക്കെ ആവുമായിരിക്കും. ആ റേഞ്ചിലൊക്കെ ആയിരിക്കും. ഒരു 50,000 to 60,000 റേഞ്ചിൽ നോക്കിയാൽ മതി. ഇതെല്ലാം ഒരെണ്ണം ഇട്ടാൽ മതി. അതന്നെ. അത് ഡയമണ്ടും ആയിരിക്കും. വലിയ എലഗൻ്റ് ആണ്. അത് നോക്കിയാൽ ഒരു ചെറിയ ചെയിൻ മാത്രം മതി. ഇതിങ്ങനെ സെൻറ്റർ പീസ് ആയിട്ട് ഇടാം. ഡയമണ്ട്സ് ആണ്. ഡയമണ്ട് വിത്ത് പ്രഷ്യസ് സ്റ്റോൺ. ഇതുപോലത്തെ മംഗലസൂത്രം ഉണ്ടല്ലോ, അത് ഡയമണ്ട്സ് വെച്ചിട്ട് കൊള്ളാലോ. ഇതൊക്കെ എത്ര കുറച്ചേ ആവുള്ളൂ അല്ലേ? വലിയ പൈസ ആവില്ല. ഇത്തരം ചെയിൻസ് എല്ലാം ഒരു 40, 50, 60 ആ റേഞ്ചിലാണ് പോകുന്നത് കേട്ടോ. 50,000, 40,000, 60,000. അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട്. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. നല്ല സ്മോൾ എലിഗൻറ്റ് പീസസ്. 14 ക്യാരറ്റിൻ്റെ. ഓ നൈസ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പീസ്. ഓക്കെ, 14 ക്യാരറ്റിൻ്റെ ആണ്. ഫുൾ ഡയമണ്ട് ആൻഡ് എമറൽഡ്.
അതിൻ്റെ പേൾ ഇത് നോക്കിയേ, രണ്ട് ലെയറായിട്ട് ഇത് എന്ത് ഭംഗിയാണ്. ഇതൊക്കെ ഡയമണ്ട്സ് കേട്ടോ, ഫുൾ ഡിഫറെൻറ്റ്. അതായത് ചെറിയ ലൈറ്റ് വെയിറ്റ് സിമ്പിൾ വെയർ. ഇത് ഡബിൾ ചെയിനാണ്, രണ്ട് ലെയറായിട്ട് വരും. ഇതും അതെ, രണ്ട് ലെയറായിട്ട് വരും. മറ്റ് നമ്മൾ ഡയമണ്ട് നെക്ലേസ് വാങ്ങുന്നതിൻ്റെ അത്രയും വില ആകില്ല, കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് ഡയമണ്ടിൻ്റെ 18 ക്യാരറ്റ് ഡയമണ്ട് സ്റ്റഡ്സ്. ചെറിയത്, ഏറ്റവും ചെറുത്, അത് കഴിഞ്ഞിട്ടുള്ള സൈസ് പല പല. ഇത് അതിലും വലുത്, കുറേ പാറ്റേൺ ഉണ്ട് കേട്ടോ. അതിലും ജിമിക്കയോ, ഡയമണ്ട് സ്മോൾ ഡയമണ്ട് ജിമിക്ക, കുട്ടികൾക്കൊക്കെ പറ്റിയ ജിമിക്ക. 18 കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു കമ്മൽസ്, ഫ്ലോറൽ ഡിസൈൻ ഒക്കെ നോക്കിയാൽ 18 ക്യാരറ്റ്. ഇതൊക്കെ ബാലി ടൈപ്പ് ഹാങ്ങിങ്സ് വരുന്നത് ഇപ്പോഴത്തെ ട്രെൻഡ് ആണ് കേട്ടോ. അതെ അതെ അതെ, ട്രെൻഡി ടൈപ്പ് ഓഫ് പാറ്റേൺസ്, ന്യൂ ജെൻ ഇഷ്ടപ്പെടുന്ന ടൈപ്പ് വെറൈറ്റീസ്. വെയിറ്റ് ഭയങ്കര കുറവായിരിക്കും. വെയിറ്റ്ലെസ് ആണല്ലേ, ഭയങ്കര വെയിറ്റ് കുറവാണോ? എത്രയൊക്കെ വരും ഇത്? ഇത് തന്നെ ആകെ 4 ഗ്രാം ഉള്ളൂ, ഇത്രയും വലിയ കമ്മല്. ഇത് കണ്ടാലും തീരില്ല കേട്ടോ, ഇനിയും കണ്ടുകൊണ്ടേയിരിക്കാം. ഞാൻ കണ്ട് തളർന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ. അടിപൊളി കളക്ഷൻസാണ്, റീസണബിളാണ്, പണിക്കൂലി ലാഭം. പിന്നെ ഈ ഒരു മാസം കംപ്ലീറ്റ് അവർ ഭയങ്കര കുറച്ചാണ് കൊടുക്കുന്നത്, ഒരുപാട് ഡിസ്കൗണ്ട്, കുറേ ഓഫേഴ്സ് ഉണ്ട്. പണിക്കൂലി വേവ് ചെയ്ത് കൊടുക്കുന്ന കേസും ഉണ്ട്. ലക്കി ഡിപ്പ് എടുത്തു കഴിഞ്ഞാൽ അന്നത്തെ ഓരോ ദിവസവും ഒരു ആൾക്ക് പണിക്കൂലി, ഇവിടെ നിന്ന് വാങ്ങുന്നവർക്ക് ലോട്ടിട്ട് എടുത്തിട്ട് പണിക്കൂലി തിരിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെ ഒരുപാട് ഓഫേഴ്സും ഉണ്ട് ഈ ഒരു മാസം. ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ. പിന്നെ ഇത് കഴിഞ്ഞാലും വരാമല്ലോ, എപ്പോൾ വേണമെങ്കിലും വരാം. ഇവിടെ ജനറലി പണിക്കൂലി കുറവാണ്, ലൈറ്റ് വെയിറ്റ്, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് വാങ്ങാം. അതാണ് ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നത്. ഭയങ്കര നല്ല ഭംഗിയുള്ള പാറ്റേൺസ്. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം കൂടെ വന്ന് എല്ലാം പറഞ്ഞു തന്നു കേട്ടോ. പേര് വിനോദ് ആണ്, ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ആളാണ്, മാനേജറാണ്. അപ്പോൾ എനിക്ക് ഇന്ന് എല്ലാം പറഞ്ഞു തന്ന വിനോദ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വിനോദ് തന്നെയല്ലേ? 3 പ്രാവശ്യം ഇവിടെ വന്നു കഴിഞ്ഞാൽ വിനോദാണ് എനിക്ക് എല്ലാം കാണിച്ചു തരുന്നത് ഇവിടെ എല്ലാം. അങ്ങനെ വിയ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്നുള്ള ഇവരുടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഓൺലൈൻ നമുക്ക് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതെ, അങ്ങനെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. എല്ലാ രീതിയിലും ബെസ്റ്റ് പ്ലേസ്. അപ്പോൾ ഞാൻ വന്നു, സന്തോഷം, നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ഞാനും പങ്കെടുത്തു. അപ്പോൾ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിലെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. ഞാനിവിടെ വന്നു, ഇവരുടെ 7th ആനിവേഴ്സറിയുടെ ഭാഗമായി. പിന്നെ ഇവിടുത്തെ ന്യൂ കളക്ഷൻസ് എല്ലാം കണ്ടു. പിന്നെ അതുകൂടാണ്ട് വിയ എന്നുള്ള അവരുടെ ന്യൂ ബുട്ടീക്ക്, അതിനകത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻസാണ്, ന്യൂ ജെന്നിന് വേണ്ടിയിട്ടുള്ളതാണ് ബേസിക്കലി ഇത്. അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും ഇവരൊരു സമ്മാനം പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതായത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ടാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സമ്മാനം തരുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ടും വിയ എന്നുള്ള അവരുടെ ഒരു ന്യൂ ബ്രാൻഡും കൂടി ചേർന്നിട്ടാണ് ഗിവ് അവേ തരുന്നത്. അതിന് ചെയ്യുന്ന ഇത്ര ചെറിയ കാര്യമുള്ളൂ ചെയ്യാനായിട്ട്. നിങ്ങൾ അവരുടെ പേജ് ഫോളോ ചെയ്യുക. ഓക്കെ, അതായത് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ പേജും ഇൻസ്റ്റാഗ്രാം പേജ്, അതുപോലെ വിയയുടെ പേജ് അഗൈൻ, പിന്നെ യൂട്യൂബ് ചാനൽ അതും കൂടി ഫോളോ ചെയ്യുക. അവരുടെ യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്യുക. എന്നിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അതിലേക്ക് അയച്ചു കൊടുക്കുക. ആ സ്ക്രീൻഷോട്ട് മസ്റ്റായിട്ട് അയക്കണം. അതിൽ നിന്നും ലക്കി ഡിപ്പ് വഴി അതിൻ്റെ വിന്നറിനെ സെലക്ട് ചെയ്യുക. ആ വിന്നറിന് ഒരു ഡയമണ്ട് റിംഗാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഡയമണ്ട് റിംഗാണ് ഇവർ തരുന്ന ഗിവ് അവേ. ഇത് ഇവരുടെ സന്തോഷത്തിൻ്റെ ഭാഗമായിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കായിട്ട് തരുന്ന ഗിവ് അവേ. അപ്പോൾ എനിക്കും അത് വലിയ സന്തോഷമാണ്, കാര്യം നിങ്ങൾക്കായിട്ട് ചെറിയ സമ്മാനമെങ്കിലും തരാൻ സാധിക്കുന്നത്. അപ്പോൾ സന്തോഷം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.